അപ്പോൾ നമ്മൾ ശോഭ സിറ്റിൻ്റെ ഉള്ളിലെത്തിട്ടോ. ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ഗേറ്റൊക്കെ കിടന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലെത്തി. ഇനി കാഴ്ചകൾ കാണണ്ടേ. ഇത് ഇവിടുത്തെ ഒരു വെള്ളം ശേഖരിക്കുന്ന സ്ഥലമാണോ പുഴയാണോ തോടാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതാ ഫ്ലാറ്റുകൾ ഉഷാറായിട്ട് നല്ല അടിപൊളി ഫ്ലാറ്റുകളുണ്ട്. ഒരുപാട് ജനങ്ങൾ താമസിക്കണ ഫ്ലാറ്റുകൾ, നല്ല വൈബിട്ടാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട് കേട്ടോ. അപ്പം നന്ദമോളും സിനേട്ടനും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറണം, നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. അതിന് മുന്നേ ഈ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തന്നാണ് കേട്ടോ. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഉള്ളിലോട്ട് പോയി നോക്കട്ടെ, അവിടെയുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. സൂപ്പറായിട്ട് ബിൽഡിങ്ങുകൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സംഭവങ്ങളുണ്ട് എന്നല്ലേ. ഇഷ്ടം പോലെ ആളുകളുണ്ട്, സൺഡേ അല്ലേ, ഇഷ്ടം പോലെ. നമുക്ക് നോക്കാട്ടോ, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ ഒന്ന് പോയി ഉള്ളിലേക്കൊക്കെ കയറി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നന്ദുമോള് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഗൈസ്. സ്കൂള് കൂട്ടിയിട്ട് ഇങ്ങനെയൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഓളൊരു ഹാപ്പിനെസ്സും കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മളിത് പോണതൊക്കെ. നന്ദുമോള് നല്ല സന്തോഷത്തിലാണ് അല്ലേ. നന്ദു സന്തോഷത്തിലാണോ? പറയേ, ഇങ്ങോട്ട് നോക്കിയിട്ട്. ആണോ അല്ലേ, ഭയങ്കര സന്തോഷത്തിലാണോ അല്ലേ നന്ദു? അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണാം. പൃഥ്വിരാജ് പോയ കാറ്, കുട്ടികളെയും കൊണ്ട് പോകണം അങ്ങനത്തെ കാറ്. ഭയങ്കര കാഴ്ചകളായിട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ട്. ഞങ്ങൾ ഈ ബാഗൊന്ന് ലോഡ് ഇറക്കി വെക്കട്ടെ. ഞങ്ങളിവിടെ ബാഗ് വെക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ബാഗ് ഇവിടെ വെച്ചിട്ട് ഇനി വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ബാഗ് താങ്ങി നടക്കാൻ പറ്റണില്ല, അമ്മാതിരി വെയിറ്റാണ് ഗൈസ്, അമ്മാതിരി വെയിറ്റ്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പോൾ നന്ദുമോളും സിനേട്ടനും ബാഗ് താങ്ങാൻ വരാത്തതുകൊണ്ടാണ് സത്യത്തിൽ ഞാനത് എവിടെയെങ്കിലും വെക്കാതെ വിചാരിച്ചു. എനിക്ക് അത്രയ്ക്കും പുറം വേദന അത് ബാഗ് ഇട്ടിട്ട്. എല്ലാവരും ഡ്രസ്സും ഇല്ല, അടുത്ത ആഴ്ച എന്തായാലും വരാനുള്ള ഒരാവശ്യം. അപ്പോൾ ഇനി ബാഗ് വെച്ച് സിനേട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് കയറിയിട്ട് ഉള്ളിലുള്ള കാഴ്ചകൾ വീണ്ടും കാണാം. ഉള്ളിൽ വെച്ചിട്ട് സേഫ്റ്റി ആക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ. പോവാണ് ഉള്ളിലേക്ക്. നേരത്തെ കയറിയിട്ടേ ബാഗ് വെക്കാൻ സ്ഥലം തിരഞ്ഞ് നടന്നതാ. അടിപൊളിയായിട്ട് വണ്ടി പോകണ്ട് ഗൈസ്. ആ വണ്ടിയെ ഹോണൊക്കെ അടിക്കണേ സിനേട്ടാ, ആ വണ്ടിയെ ഹോൺ അടിക്കണേ. കുട്ടികളെയും കൊണ്ട് പോവാണ്. കുട്ടികളെ നല്ല വലിയവരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഷോറൂം, കണ്ണടകളുണ്ട്, മൊബൈൽ ഷോറൂമുണ്ട്, ഡ്രസ്സിൻ്റെ സ്ഥലങ്ങളുണ്ട്. എന്താ പറയുക, ഇവിടെ ലേറ്റതായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. മാളിൽ കയറിയാലല്ലേ. നമ്മൾ ഇന്നാൾ കോഴിക്കോട് ലുലു മാൾ പോയ വീഡിയോ വരെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോയും കൂടി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം, വീട്ടിലെത്തിയിട്ട് സാവധാനത്തിന്. അപ്പോൾ കാണാൻ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ. സൂപ്പറല്ലേ ഗൈസ്, സൂപ്പറല്ലേ. കട ബാഗുകൾ ഒന്നും പറയണ്ട. തൃശ്ശൂർ ശോഭ സിറ്റി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം ഗൈസ്. കാരണം നമ്മളിപ്പോഴല്ലേ തൃശ്ശൂരിലെത്തിയത്, അതുകൊണ്ട് ഇത് ആദ്യമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. വെള്ളി ആഭരണങ്ങളാ. നല്ല അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടേ വണ്ടിയിൽ ആളൊക്കെ കയറിയിരുന്നു, കുട്ടികളെ കൂട്ടി കറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നല്ല അടിപൊളിയാട്ടോ സംഭവം, അടിപൊളി സൂപ്പർ എന്ന് പറയുന്നത്. സുഡിയോ അതാ നമ്മൾ എപ്പോഴും പറയണേ, സുഡിയോ. നമുക്ക് സുഡിയോ ഡ്രസ്സ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞങ്ങൾ ഇനി ഒരിക്കൽ കൂടി വരുമ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കും. എല്ലാ ഫോട്ടോയും ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. സംഭവം അടിപൊളിയല്ലേ ഗൈസ്. സിനേട്ടൻ ബാത്റൂം വരാം, അതുവരെ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ കറങ്ങാം, വീഡിയോ എടുക്കാൻ വിചാരിച്ച്. നല്ല അടിപൊളി കളക്ഷൻ കമ്മലുണ്ട്, അത് നോക്കട്ടെ കേട്ടോ. ആയിട്ട് വാച്ചിൻ്റെ ഡിസൈനാണ്. മോതിരങ്ങളുണ്ട്, അടിപൊളി വെറൈറ്റി മോതിരങ്ങളൊക്കെ ഉണ്ട്. മാലകൾ, കമ്മലുകൾ, മോതിരങ്ങൾ ഒക്കെ ഉണ്ട്. അതുപോലെ ഓരോ കൈമിലിടണതൊക്കെ എടുത്ത് കൈ പിടിച്ചു.
ഭയങ്കര റേറ്റ് ആട്ടോ ഗൈസ്. നന്ദമോൾക്ക് കൈമിലിടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചോദിച്ചതാ. എമ്മാതിരി വിലയാണ്. അതെ, കഴുത്തറുത്ത് വിടൂര്. നല്ലൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കയറണ്ട കേട്ടോ, വേണ്ട കയറണ്ട. നമ്മൾ വെറുതെ കയറേണ്ടത്, അവിടുത്തെ പോലെയല്ല. അടിപൊളി ഷോപ്പുകളായിട്ട് സൂപ്പർ. സ്റ്റുഡിയോയിലൊന്ന് കയറിയതാട്ടോ. നല്ല അടിപൊളി ഡ്രസ്സ് കളക്ഷനൊക്കെ ഉണ്ട്. നല്ല നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള ഡ്രസ്സുകളെ അല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊന്നും കയറിയതല്ല, ഒന്ന് നോക്കിയിട്ട് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാലോ വിചാരിച്ചിട്ടോ. സംഭവമൊക്കെ അടിപൊളി. എൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടുത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നടന്ന ക്ഷീണം മാറ്റാൻ. അതിൻ്റെ നേരെ മുന്നിൽ തന്നെയാട്ടോ സ്റ്റുഡിയോ അത് കാണുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ, ഓരോരോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് വന്നത്. ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോകണം. അതിൻ്റെ മുന്നേ ഇവിടേക്ക് ഒന്ന് കാണാമല്ലോ വിചാരിച്ചു. നല്ലൊരു തുണി ഷോപ്പും മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ പൈസ ആയിട്ട് വരണം. നമുക്ക് ആഗ്രഹിച്ചതൊക്കെ വാങ്ങിയിട്ട് പോവാം അല്ലേ? സത്യതല്ലേ? പിന്നെ ഒരു കാറിൽ ഒരാൾ പോകുന്നുണ്ട് ഇവിടെ. ഒരു പുത്രൻ കാറിൽ പോകുന്നുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്? ആളെ വിചാരം ആളാണത് ഓട്ടിക്കൊണ്ടുപോകണമെന്ന് അറിയും. റിമോട്ടുമ്പിലേക്ക് കറങ്ങണം കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ? ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കാണാനൊക്കെ ഒരു രസമല്ലേ? പിന്നെ നമുക്ക് മുകളിലേക്കൊന്ന് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. കുറച്ച് ഇരുന്നിട്ട് പോകാൻ വെച്ചിട്ട് കേട്ടോ. രണ്ടാളും പോയി ഗൈസ്, എന്നെ കൂട്ടാതെ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. നന്ദുമോളും സിനേട്ടൻ ആദ്യം മുകളിലേക്ക് വന്നിട്ട് നമ്മളെ ശശിയാക്കി. ഞാൻ താഴെ കുടുങ്ങി. അയ്യോ എൻ്റെ നന്ദു, ഞാൻ ആദ്യം അവിടെ കുടുങ്ങി. ഇവർ കയറിയിട്ട് പോകുന്നു. ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട്. ട്രെയിനിലൊക്കെ പോകേണ്ടവർക്കൊക്കെ പോവാട്ടോ. ആർക്കെങ്കിലും പോകണോ ട്രെയിനിൽ? ഇവിടെയും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കാട്ടോ. നടന്നുകൊണ്ടിരിക്കാം. ട്രെയിനിൽ വലിയ ആൾക്കാർക്കൊക്കെ കയറാൻ തോന്നുന്നുണ്ടല്ലേ? വണ്ടിയുടെ ഉള്ളിൽ കയറാൻ ഡോറൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പോവാം. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കാം. സംഭവം അടിപൊളിയായിട്ടോ ഗൈസ്. ഞാനിതിൻ്റെ കയറാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ നന്ദും സിനേട്ടനും കയറി നേരെ മുകളിലേക്ക് പോയി. ഞാൻ താഴെ കുടുങ്ങി. പിന്നെ സിനേട്ടൻ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് എന്നെ കൂട്ടിയിട്ടാണ് പിന്നെ പോയത്. അങ്ങനത്തെ കഥയാണ്. കാരണം അതിന് ഭയങ്കര സ്പീഡ് കേട്ടോ. നമ്മളെ കോഴിക്കോട് ലുലു മാളിലുള്ളതിന് ഇത്ര സ്പീഡില്ല. ഇവിടുത്തെ എക്സലേറ്ററിന് ഭയങ്കര സ്പീഡ്. ഞാനത് ആ ചേച്ചിനോട് പറയുകയും ചെയ്ത്, ഭയങ്കര സ്പീഡാണല്ലോ എന്ന്. അങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുക. മുന്നോട്ട് പോകുമ്പോഴും നല്ല അടിപൊളി കാഴ്ചകളാണ്. സൂപ്പർ ടോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. കുർത്തീസ് നമുക്കതൊന്നും ദഹിക്കൂല ഗൈസ്. നമുക്ക് കോഴിക്കോട് നിന്ന് സാധനം വാങ്ങിയാലേ ദഹിക്കുള്ളൂ. അതാണ് ഏറ്റവും നല്ലതും. ഇവിടെ നമുക്ക് ശരിയാവില്ല. മീൻ മസാജിങ് ആണ്. ഇത് മീൻ മസാജിങ്ങിന് വേണം ഗൈസ്. കാലിൻ്റെ അടിയൊക്കെ കിക്കിളിയാവും. നല്ല സൂപ്പറായിട്ടാ. 120 ഉറുപ്പിയാണ് ഇതിന്. നിങ്ങൾ ചെയ്യണ? നിങ്ങൾ ചെയ്യണ? ചെയ്തോളി. ഇവിടെ മസാജിങ്ങിന് സിനേട്ടൻ കയറുണ്ടേ. ഞങ്ങൾക്ക് വേണോ ചോദിച്ചു. ഞങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് മടിയാവാ. കാല് കിക്കിളിയാവൂലേ? അപ്പൊ മീനുകളെല്ലാരും കൂടി കാലിൽ വന്ന് പൊതിയണത് കണ്ടോ? എങ്ങനെയുണ്ട്? കിക്കിളിയാവുണ്ട്. സിനേട്ടന്റെ കാലിന് മൊത്തം മീൻ പൊതിഞ്ഞു ഗൈസ്. അയ്യോ എങ്ങനെയുണ്ട്? ധരിച്ചു കയറുണ്ട്. സൂപ്പറല്ലേ? ഇവരെല്ലാരും കൂടി എന്തോ തിന്നാൻ കിട്ടിയ ഫീലാണ്. സിനേട്ടന്റെ കാല് തിന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടി ഒന്ന് അറപ്പാവുണ്ട് കേട്ടോ. സത്യം പറയച്ചില് ഞരമ്പ കോട്ടാക്കിയിട്ട് കയറിയില്ലെങ്കിലൊക്കെ നന്നു ഗൈസ്. എല്ലാ അടിപൊളി കാഴ്ചകളാട്ടോ ഗൈസ്. സിനേട്ടൻ മീൻ മസാജിങ് ഒക്കെ കഴിഞ്ഞ് കയറലി. മീൻ മസാജിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഒന്ന് മുകളിലേക്ക് വീണ്ടും ഞങ്ങൾ
എക്സലേറ്ററിൽ കയറി വീണ്ടും മുകളിലേക്ക്. ഇവിടെ എക്സലേറ്റർ ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, ഭയങ്കര സ്പീഡാണ്. പാപ്പുവിനൊരു കുഞ്ഞ് ട്രൗസറും ബനിയനും വാങ്ങിയാലോ എന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട്. പക്ഷെ ഞങ്ങൾ വാങ്ങില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. സംഭവം നല്ല കാഴ്ചകളാണ്, ഇഷ്ടം പോലെ. എന്താ പറയുക, വർണ്ണാഭമായ കാഴ്ചകൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കാഴ്ചകളാണ്. പറ്റുന്നിടത്തോളം ഉൾക്കൊള്ളിക്കുന്നുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് കൂൾ ബാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നൊന്നും കുടിക്കണില്ല കേട്ടോ. വീട്ടിൽ നിന്ന് വയറൊക്കെ നിറച്ച് പോകുന്നതാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും ഒന്നും വേണ്ട. വേണമെങ്കിൽ നമുക്ക് പോകുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് എവിടുന്നേലും കഴിക്കാം അല്ലേ. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്താ, ഗെയിമോ എന്തൊക്കെയോ ഉണ്ട്. ഇതാ കുട്ടികൾ കളിയോട് കളി. അമ്മമാർ ഷോപ്പിങ്ങിന് പോയപ്പം കുട്ടികൾ കളിയോട് കളി. സംഭവം അടിപൊളി കേട്ടോ. ചിത്രം വരയ്ക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല തിരക്കാന്ന്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഗെയിം തന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഭയങ്കര തിരക്കിച്ച ഭയങ്കര തിരക്ക്. ഇനി തൃശ്ശൂർ ശോഭ സിറ്റി കാണാത്തവരൊക്കെ കണ്ടോ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. തിഞ്ഞ തിരക്ക്. ഓർഡർ ചെയ്ത് എപ്പോഴൊന്നും കിട്ടൂല. ഒരു ചായ കുടിക്കണം, നമുക്ക് പുറത്തുനിന്ന് കുടിക്കാം. മുട്ടിഞ്ഞ തിരക്കാ. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടാവും ഇത്രയും ജനങ്ങൾ. ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ്. ഞങ്ങൾ മുകളിൽ നിന്നൊക്കെ താഴേക്ക് വന്നിട്ട് ഗൈസ് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി. ഇനി താഴെ വേറെ വല്ല കാഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണേ. അപ്പം കാണാൻ തന്നെ നല്ലൊരു രസമല്ലേ, അടിപൊളിയല്ലേ ഗൈസ് കാണാൻ. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എന്നാൽ എല്ലാവരും പറയണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ശോഭ സിറ്റീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. നന്ദമോളും സിനേട്ടനും ചായ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. 2 ചായ മാത്രം. പിന്നെ ഭക്ഷണം എന്തെങ്കിലും പോകണ വഴിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ല ഗൈസ്, ഇവരെ ചായ വാങ്ങാതെ ഇവർ രണ്ടാളും മാത്രം ചായ വാങ്ങി കുടിക്കുന്നുണ്ട്. സിനേട്ടൻ അവിടെ ഉണ്ട് ബർഗർ എന്തോ വാങ്ങാം. നന്ദമോള് ചായ കുടിക്കണേ. എനിക്ക് പിന്നെ ചായ വേണ്ട പറഞ്ഞിട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നൂലപ്പവും മുട്ടക്കറിയൊക്കെ അത്യാവശ്യം നല്ലോണം തിന്നണ്, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. ഏതായാലും എപ്പോഴേലൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാമല്ലോ അല്ലേ. വേറെ എവിടേക്കും പോവലൊന്നും ഇല്ലല്ലോ. പുറത്തേക്ക് അത് നമുക്ക് ഇഷ്ടമായി ഇവിടെ വന്നിട്ട്. ഇതിൽ പറഞ്ഞെടുക്കേ. നമുക്ക് ഇഷ്ടമല്ല. നോക്ക് ഇഷ്ടമല്ലോ ഇങ്ങനെ പറയാം. ഇഷ്ടമല്ല. ഞാൻ എൻ്റെ മാലടാൻ മറന്നു. സത്യം പറ, ഇഷ്ടമല്ലല്ലേ ഗൈസ്. ഒന്നും വേണ്ട. ഇനി നമ്മളെ വ്ളോഗിലൊന്നും നന്ദുവിനെ ഞാൻ ഉൾപ്പെടുത്തില്ല. ഓക്കെ ഇഷ്ടമല്ലോ. എന്തായാലും നമുക്ക് എന്തായാലും വ്ളോഗ് ചെയ്യണമല്ലോ അല്ലേ, ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും. അപ്പോൾ നമ്മൾക്ക് ബർഗർ എനിക്കല്ല കേട്ടോ, നന്ദുവിനൊരു ബർഗർ, ചായ. ചൂടാ മോളെ. ചൂടോ? ബർഗർ ഇതിൻ്റെ മുന്നേ ദിവസം തന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞിനല്ലോ. എന്നെന്തേ തിന്നു നോക്കാൻ സിനേട്ടാ? ഓളിതിൻ്റെ മുന്നേ തിന്നിട്ട് ഓക്കെ ഇഷ്ടമല്ലേ ഇനിയോ അല്ലേ? ഓക്കെ ഇഷ്ടമല്ലേ ഇനിന്ന്? ഇപ്പോൾ ഓക്കെ ഇഷ്ടമാണോ അല്ലേ? ചീസാ? ചീസ് 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 നല്ല ചൂടാ. അത് കുട്ടല്ലേ, അത് എടുക്കല്ലേ, അത് വെച്ചിട്ടാണ് തോന്നുന്നു. അതിൽ പറഞ്ഞു പോകും. നന്ദുമോളിത് തിന്നുകൊണ്ടിരിക്കണം. എങ്ങനെയുണ്ട് ഡി? ടേസ്റ്റ് ഉണ്ടോ? നല്ല ചൂടാണ്. ചൂട് മാതിരി കാറ്റ്. ആ കാറ്റത്തേക്ക് വായ കാട്ടി കൊടുക്കാൻ തോ, ചൂട് പോയിക്കോട്ടെ എന്നറിയിട്ട് പ്രാണിയൊക്കെ കയറാൻ. സംഭവം എങ്ങനെ, രസമുണ്ടോ ടേസ്റ്റ്? ഞങ്ങളിനി പോവാണ് കേട്ടോ ഗൈസ്, വീട്ടിലേക്ക് പോവാണ്. ബാഗ് വെച്ചത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു അല്ലേ? എന്തോ പറഞ്ഞു കൊടുക്ക്. എന്തു പറയാനാണ്, വ്ളോഗ് കഴിഞ്ഞു ഗൈസ്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. 3 മണിയാവാനായി. അപ്പം ഇവിടെ നേരെ വെച്ച് പിടിച്ചാലൊരു 6 മണി 6:30
ഒരു 7 മണിയാകുമ്പോഴേക്ക് എത്തും, വീട്ടിലെത്തും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി എല്ലാവരും കമൻ്റൊക്കെ ഇടുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, ഇഷ്ടമായോ എന്ന് പറയുക, ഇഷ്ടമായില്ലേ എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്. നമുക്ക് ബായ് കൊടുക്കേ. കണ്ട ഗൈസ്, ഇവർക്ക് ഭയങ്കര ഗമയാണ്. ജാട ടീമാണ് ഗൈസ്, ജാട ടീം. അപ്പോൾ ബായ് കേട്ടോ.